മലയാളികളുടെ വാനമ്പാടിയാണ് കെ.എസ്. ചിത്ര. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കെ.എസ്. ചിത്രയുടെ പാട്ട് കേൾക്കാത്ത മലയാളികൾ കാണില്ല. എത്രയോ വർഷങ്ങളായി ആ ശബ്ദമാധുര്യം നമ്മൾ ആസ്വദിക്കുന്നു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി തുടങ്ങിയ ഭാഷകളിലൊക്കെ കെ.എസ്. ചിത്ര പാടിയിട്ടുണ്ട്. മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയാണ് കെ.എസ്. ചിത്ര. ചിലപ്പോഴൊക്കെ ചിത്രയുടെ മുഖം കാണുമ്പോൾ മനസ്സിൽ തെളിയുന്നത് താരത്തിൻ്റെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞ മകളെയാകും. കാരണം ചിത്രയുടെ ജീവിതത്തിൽ മകളുടെ വേർപാടിലൂടെ ഉണ്ടായ ദുഃഖം അത്രത്തോളം വലുതാണ്. പുറമെ എപ്പോഴും ചിരിയോടെയല്ലാതെ ചിത്രയെ കാണാനേ സാധിക്കില്ല. എന്നാൽ നെഞ്ചിനുള്ളിൽ ഇപ്പോഴും വലിയൊരു ദുഃഖം കൊണ്ടാണ് ചിത്രയും ഭർത്താവും ജീവിക്കുന്നത് തന്നെ. മകളുടെ മരണത്തിൽ നിന്നും ഇന്നും രണ്ടുപേരും മുക്തരായിട്ടില്ല. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് 2002 ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും ഒരു മകൾ പിറന്നത്. എന്നാൽ 2011 ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണ് ആ 9 വയസ്സുകാരിയായ നന്ദന മരിക്കുകയായിരുന്നു. ഒരു വിഷുദിനത്തിലാണ് നന്ദന മരിക്കുന്നത്. മകളുടെ എല്ലാ പിറന്നാൾ ദിനത്തിലും ചിത്ര വൈകാരികമായ കുറിപ്പ് പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ചിത്ര മകളുടെ ഓർമ്മകളെക്കുറിച്ച് പറയുന്ന മറ്റൊരു പോസ്റ്റാണ് വൈറലാകുന്നത്. ഏക മകളുടെ വേർപാട് നൽകിയ നൊമ്പരത്തിൽ നിന്നും ഇന്നും ചിത്ര മോചിതയായിട്ടില്ല. മകളുടെ മരണത്തിന് ശേഷം അന്നു മുതൽ ഇന്നോളം ആ വേദനയിലാണ് ചിത്രയും ഭർത്താവും. ഓരോ ദിവസം കഴിയും തോറും ഞാനും എൻ്റെ ഭർത്താവും വളരെ ഡിപ്രസ്ഡ് ആണ്. കാരണം കാലങ്ങൾ കഴിയും തോറും ദുഃഖങ്ങൾ മായും എന്ന് പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ നന്ദന എൻ്റെ മനസ്സിൽ നിന്നും ഒരിഞ്ച് ഇറങ്ങിയിട്ടില്ല. അവളിങ്ങനെ സ്ട്രോങ് ആയി തന്നെ അവിടെ നിൽക്കുകയാണ്. ഒരു ദിവസം അവളുടെ പല കാര്യങ്ങൾ ചിന്തിക്കാതെ പോകില്ല. എല്ലാ ദിവസവും ഞാൻ എണീക്കുന്നത് അവളെ ഓർത്തുകൊണ്ടാണ്. കരയാതെ ഒരു ദിവസം പോകില്ല. പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് മരിക്കാനാകില്ലല്ലോ. ജീവിതം പോയല്ലേ പറ്റൂ. 10 വർഷത്തോളം ട്രീറ്റ്മെൻ്റ് എടുത്താണ് മോൾ എനിക്കുണ്ടായത്. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ആരോഗ്യമുള്ള ദീർഘായുസ്സോടെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണമെന്നായിരുന്നു. പക്ഷേ ദൈവം അതിൽ കുറച്ച് പിശുക്ക് കാട്ടി. വളരെ കുറച്ചു കാലം മാത്രമാണ് മോൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞാനത് ആലോചിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയാകുക എന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ആ ആഗ്രഹം ദൈവം എനിക്ക് സാധിച്ചു തന്നു. എൻ്റെ മോളെ എനിക്ക് കുറച്ചു കാലമെങ്കിലും കൊഞ്ചിക്കാനായി. അവളാണെങ്കിലും നല്ല സ്നേഹമുള്ള മോളായിരുന്നു. എൻ്റെ മനസ്സ് കലങ്ങുകയോ എന്തെങ്കിലും ഒരു സങ്കടം വരികയോ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ കരഞ്ഞാൽ അപ്പോൾ തന്നെ അവൾ ഡിസ്റ്റർബ്ഡ് ആകുമായിരുന്നു. അത് എനിക്ക് ഫീൽ ആകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു മോളുടെ സ്നേഹം എനിക്ക് അത്രയും നാൾ കിട്ടി. അവളെ എനിക്ക് നോക്കാൻ പറ്റി. എൻ്റെ മനസാക്ഷി പ്രകാരം ഞാൻ ഏറ്റവും നന്നായിട്ടാണ് അവളെ വളർത്തിയത് ആ 8 വർഷം. എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും പറയും, ഞാൻ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഒരിക്കലും അവർക്കത് കഴിയില്ല എന്ന്. 2-3 നേരം പല്ലു തേക്കും, കുളിക്കും. അങ്ങനെ വളരെ വൃത്തിയായിട്ടാണ് ഞാൻ അവളെ വളർത്തിയതെന്നും ചിത്ര പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.